അഹങ്കാരത്തിന്റെ ഏറ്റവും മൂർധന്യതയിൽ ഒരാളുണ്ടായാൽ പിന്നീട് അയാൾ പറയുന്നതും ചെയ്യുന്നതും മാത്രമായിരിക്കും അയാൾക്ക് ശരി. പക്ഷെ മറ്റുള്ളവർക്ക് അത് മികച്ചൊരു തെറ്റായിരിക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സഞ്ചരിക്കുന്നതും ഇതേ റൂട്ടിലാണ്. അയാൾ വലിയൊരു പരാജയമാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഹിസ്ബുള്ളയോടുള്ള യുദ്ധത്തിൻ്റെ കോപ്പുകൂട്ടൽ. നിലവിലെ അവസ്ഥയിൽ ഇസ്രയേലിൻ്റെ എയർഫോഴ്സ് മാത്രമാണ് അവർക്ക് കരുത്ത്. കടലിലും കരയിലും അവരുടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. മേനി പറഞ്ഞ മെർക്കേവ ടാങ്കുകൾ പപ്പടം പൊടിയുന്ന പോലെയാണ് ഗാസയുടെ മണ്ണിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. കരസേനയ്ക്ക് യുദ്ധം തുടരണമെങ്കിൽ ആദ്യം എയർഫോഴ്സ് വന്ന് ബോംബിടണം, എന്നിട്ട് ആളുകൾ ഒഴിപ്പിക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും വേണം. അതിനുശേഷമാണ് കാലാൾപ്പട യുദ്ധം എന്ന നാടകത്തിന് ഇറങ്ങുന്നത്. എന്നിട്ടും പരാജയമാണ് ഫലം. ഈ രൂപത്തിലായിരിക്കില്ല ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാൻ ഇസ്രയേൽ ഇറങ്ങിയാൽ അവർക്ക് സംഭവിക്കുക. അക്കാര്യം ഏറ്റവും നന്നായി അറിയുന്ന ഒരു ടീം അമേരിക്കയാണ്. ഇസ്രയേലിനും അത് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായി. ഹസൻ നസ്രുള്ള പറഞ്ഞത് കടലിലും കരയിലും വിമാനത്തിലും ഇസ്രയേലിന് ഞങ്ങളെ പ്രതീക്ഷിക്കാം എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്രയേലിൻ്റെ എല്ലാ ശ്രമങ്ങളെയും തകർക്കാൻ കെൽപ്പുള്ള സംവിധാനത്തിലേക്ക് ഹിസ്ബുള്ള മാറി എന്ന് തന്നെ. ഹിസ്ബുള്ളയുടെ പോരാളികളുടെ എണ്ണം വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് 100,000 എന്നാണ്. ഇപ്പോഴും പല വാർത്താമാധ്യമങ്ങളും പറയുന്നതും 100,000-ഓളം സജീവ പട്ടാളക്കാർ ഹിസ്ബുള്ളക്ക് ഉണ്ട് എന്നാണ്. എന്നാൽ ഹിസ്ബുള്ള ആ കണക്ക് പഴയ കണക്കാണെന്ന് പറയുമ്പോൾ എത്രയാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ നിലവിലെ സൈനിക ബലം എന്നോ എന്താണ് അവരുടെ ആയുധ ശക്തി എന്നോ നിർവചിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നത് തന്നെയാണ് ശത്രുവിൻ്റെ ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. മറ്റൊരു കാര്യം, ഇസ്രയേൽ ലെബനോൻ അതിർത്തിയായ ബ്ലൂ ലൈൻ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കിലോമീറ്ററുകളോളം മരുഭൂമിയാണ്. ഗ്രാമവാസികളാണ് അവിടങ്ങളിൽ കഴിയുന്നത്. പർവ്വതങ്ങളും ഭീമൻ കൂനകളും മരുഭൂമിയാലും ചുറ്റപ്പെട്ട ഈ പ്രദേശങ്ങളിലെ ഗുഹകളിലും ബങ്കറുകളിലുമൊക്കെയാണ് ഹിസ്ബുള്ളയുടെ പോരാളികൾ കഴിയുന്നത്. ഇത് കടന്നു വേണം ലെബനോന്റെ മണ്ണിൽ ഇസ്രയേലിന് എത്തിപ്പെടാൻ. ഈ മേഖലകളിലെല്ലാം അഥവാ ബ്ലൂ ലൈൻ മറികടന്നെത്തുന്ന ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന മിസൈലുകൾ സജ്ജീകരിച്ച് കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നതാണ് ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്ന വലിയ കാര്യം. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ 48 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ഓളം സൈനികർ ലെബനോന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ മേഖലയിൽ 1978 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. 1978 മുതൽ ഈ സൈന്യവും ലെബനാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഗാസയും ഇസ്രയേലും തമ്മിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം ലെബനാൻ അതിർത്തിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് ലെബനാനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് UN-ന്റെ സംയുക്ത സൈന്യം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. പലപ്പോഴും ഈ സൈന്യത്തിനും ഇസ്രയേൽ ആക്രമണങ്ങളിൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട്, പരുക്ക് പറ്റാറുണ്ട്, നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ സൈന്യത്തെ മറികടന്നുള്ളൊരു അറ്റാക്ക് ഇസ്രയേൽ നടത്തുകയും ഈ 48 രാജ്യങ്ങളിലെ സൈനികരിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ ഇസ്രയേൽ ഈ സൈനിക രാജ്യങ്ങളോട് മറുപടി പറയാൻ നിർബന്ധിതരാകും, ബാധ്യസ്ഥരാകും. അതുകൊണ്ട് തന്നെയാണ് അയൽ രാജ്യമായ സൈപ്രസിന്റെ മണ്ണ് ലെബനാനെതിരെ യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുക്കാം എന്ന് ഇസ്രയേൽ കരുതിയത്. എന്നാൽ തങ്ങളെ ആക്രമിക്കാൻ സൈപ്രസ് ഇസ്രയേലിന് ഇടം കൊടുത്താൽ തങ്ങൾ സൈപ്രസിനെയും ശത്രുരാജ്യമായി കണ്ട് അവരോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്നും യുദ്ധം ആരംഭിക്കുമെന്നും ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയതോടെ ഈ ഒരു വിഷയത്തിൽ പിന്നീട് അങ്ങോട്ട് വലിയ പുരോഗതികൾ കൈവന്നിട്ടില്ല. സൈപ്രസ് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയൊരു ദ്വീപ് രാഷ്ട്രമാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഗ്രീസ്, ഈജിപ്ത്, തുർക്കി, സിറിയ, ലെബനോൻ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളാണ് സൈപ്രസിന് ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ. കടൽ മാർഗം സൈപ്രസിലെ ലിംസോൾ തുറമുഖത്തു നിന്നും ഇസ്രയേലിലേക്ക് നേരിട്ട് കപ്പൽ പാതകൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലും സൈപ്രസും മികച്ച സുഹൃത്ത് രാജ്യങ്ങളാണ്. ലെബനാൻ ഇസ്രയേൽ അതിർത്തി ഏകദേശം 79 കിലോമീറ്റർ അഥവാ 49 മൈൽ നീളമുള്ളതാണ്. ഇത് പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ തീരം മുതൽ കിഴക്ക് ഗോലാൻ കുന്നുകൾ വരെ സ്ഥിതി ചെയ്യുന്നതുമാണ്. ഇതിനിടെ ഔദ്യോഗികമായ നിരവധി ക്രോസിംഗ് ബോർഡറുകൾ പോയിന്റുകളുണ്ട്. റോഷ് ഹനിക്ര അഥവാ തീരദേശ ക്രോസിംഗ്, മെറ്റുല നോർത്തേൺ ക്രോസിംഗ്, കിര്യാത്ത് ഷ്മോന സെൻട്രൽ ക്രോസിംഗ്, ഗോലാൻ ഹെറ്റ്സ് കിഴക്കൻ ക്രോസിംഗ് ഇവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. എന്നാൽ ബ്ലൂ ലൈൻ ഇപ്പോഴും ലെബനാൻ സൈന്യത്തിൻ്റെയും ഹിസ്ബുള്ളയുടെയും കൈകളിലാണ്. ഹിസ്ബുള്ളക്ക് വൻ സ്വാധീനം ലെബനാൻ സർക്കാരിലും സൈന്യത്തിലുമുണ്ട്. ഹിസ്ബുള്ള എന്നത് ഒരിക്കലും ലെബനാനിൻ്റെ ഔദ്യോഗികമായ ഒരു സൈനിക സംവിധാനമേ അല്ല. അവർ ഇസ്രയേലിൻ്റെ ഒരു പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമാണ്. ഹിസ്ബുള്ളക്ക് പുറമെ ലെബനോന് 100,000-ഓളം വരുന്ന ആക്റ്റീവ് സൈനിക വിഭാഗം വേറെയുണ്ട്. ഇവരും കൂടെ ചേരുമ്പോൾ ലെബനോൻ നല്ലൊരു സൈനിക ശക്തിയായി മാറും. ഹമാസിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് ഹിസ്ബുള്ളക്ക്. ഹമാസിന് മുൻപിൽ വിയർക്കുന്ന ഇസ്രയേൽ കരുത്തരായ ഹിസ്ബുള്ളക്ക് മുന്നിൽപ്പെട്ടാൽ എന്താകും അവരുടെ അവസ്ഥ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.
2006 ഹിസ്ബുള്ളയെ നിഷ്പ്രയാസം കീഴടക്കാമെന്ന് കരുതി നീണ്ട 36 ദിവസം യുദ്ധം ചെയ്ത ഇസ്രയേൽ ഒടുവിൽ സഖ്യകക്ഷി രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. അവർക്ക് ജയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ശക്തമായ തിരിച്ചടിയും കിട്ടി. പ്രധാനമായും ലെബനന്റെ ഭൂമിശാസ്ത്രം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയേണ്ടി വരും. ഇസ്രയേൽ വ്യോമമാർഗം തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ച് നാശനഷ്ടമുണ്ടാക്കിയാൽ അതിന് മറുപടി പറയാൻ ഇറാൻ ഉത്തര കൊറിയ നിർമ്മിത ദീർഘദൂര പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളുമായിരിക്കും തങ്ങൾ അവ സജ്ജീകരിച്ച് കാത്തിരിക്കുകയാണ് എന്നുമൊക്കെയാണ് ഹസൻ നസ്രുള്ള വ്യക്തമാക്കിയത്. ഇപ്പോഴും ഇറാന്റെ നിർലോഭ സഹായം ഹിസ്ബുള്ളക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും ഇസ്രയേൽ നേരിടേണ്ടി വരും. സർപ്രൈസിന് തയ്യാറായിക്കോളൂ എന്നാണ് ഇസ്രയേലിന് ഹിസ്ബുള്ള നൽകിയ മുന്നറിയിപ്പ്. ഇതൊരു ആത്മവിശ്വാസമാണ്. മറുഭാഗത്ത് ഇസ്രയേൽ അനുദിനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഗസയെ ഞങ്ങൾ ആളില്ലാ മരുഭൂമിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ 8 മാസത്തിനിപ്പുറം വിയർക്കുകയാണ്. അനേകം ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു കഴിയുകയും ചെയ്തു. ഇസ്രയേലിന്റെ കണക്കുകളിൽ ഇന്ന് 10 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് അവർ സ്വയം പറയുന്നു അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നു എന്ന് കരുതുക. എങ്കിൽ നമ്മൾ കരുതേണ്ടത് 50 സൈനികർ ഇന്ന് കൊല്ലപ്പെട്ട് കാണണം എന്നതാണ്. ഒരിക്കലും ഇസ്രയേൽ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. കൊല്ലപ്പെട്ടവരെക്കാൾ ജീവച്ഛവമായി കഴിയുന്ന, നഷ്ടപ്പെട്ട കൈകളും കാലുകളും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന സൈനികരുടെ എണ്ണം ഭീകരമാണ്. ആയിരങ്ങൾ ഇതേ അവസ്ഥയിൽ എത്തി എന്നാണ് ഇസ്രയേലിനെ ഉദ്ധരിച്ച് വിവിധ സൈനിക വിശകലന വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യം ഇസ്രയേലും തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രയേലിനകത്ത് സൈനിക രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇപ്പോൾ രൂക്ഷമാണ്. സൈന്യവും പ്രധാനമന്ത്രിയും 2 വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഗാസ യുദ്ധം തുടങ്ങി അത് ഒരിടത്ത് എത്തിക്കാതെ പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നത് അപകടത്തിലാക്കുമെന്ന അഭിപ്രായമാണ് സൈന്യത്തിനുള്ളത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയാൽ അവരെ കാത്തിരിക്കുക വലിയ നഷ്ടമാകും. ഏതായാലും ഇസ്രയേൽ അവരുടെ ഒടുക്കത്തെ കളിയുടെ മൂർത്തിഭാവത്തിലാണുള്ളത്. അതവരെ എത്ര കണ്ട് നിലനിർത്തും എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നയതന്ത്ര ഇടപെടലാണ് ഇപ്പോൾ പരിഹാര മാർഗമെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ അഭിപ്രായം ഈ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉള്ളതാണ്. എന്നാൽ തങ്ങളുടെ മുതിർന്ന ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് ക്ഷമിക്കാൻ മാത്രം ഹിസ്ബുള്ളക്ക് കഴിയുമോ എന്നതാണ് ഇവിടെ ഗതിവിധികൾ നിർണയിക്കുന്നത്. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.